ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. ഹലോ, നമസ്കാരം. മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമ്മേനെ കാസ്റ്റ് എന്റെ മോൻ അഭിനയിക്കുന്നത് സാധാ ഓഡിയൻസാ. അതാ പറഞ്ഞേ, ടൊവിനോന്റെ വയറ് ശരിക്കും വയറാണോ അല്ല വേറെ എന്തെങ്കിലും ട്രിക്കാണോ? ബാലനാണ് ബോയ്. ബാലനാണ് ഇന്നത്തെ ചർച്ച. സിനിമ സംസാരം എങ്ങനെയുണ്ടായിരുന്നു പടം? എനിക്ക് ഭയങ്കര ഇഷ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പൊതുവെ നല്ല സിനിമ. അതായത് എനിക്ക് ഫസ്റ്റ് പറയാൻ തോന്നുന്നത് നല്ല കഥ, അത് നന്നായിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്, അത് നന്നായിട്ട് ഒരാൾ എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരാള് നന്നായിട്ട് കളർ ഗ്രേഡ് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോംബോ, എന്താ പറയാ, നല്ലൊരു ടീം വർക്കിന്റെ ആ ഒരു റിസൾട്ടാണ് ഈ സിനിമ കണ്ടാൽ നന്നായിട്ട് അറിയാൻ പറ്റും. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. അതായത് കഥയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല. അവര് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇൻസിഡന്റിൽ നിന്ന് പുറകിലോട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന്. പക്ഷേ നമ്മൾ സിനിമ തുടങ്ങി അവസാനം വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് എന്ത് സംഭവിക്കും, അങ്ങനെയാണ് നമ്മൾ എടുത്തിക്കുക. എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഒരു സ്റ്റോറി പറഞ്ഞു. ലൈക്ക് അത് പറയാലോ, അമ്മേന്റെ മോന്റെയാണ്. ഫസ്റ്റ് ഹാഫിൽ അമ്മയുടെ സ്റ്റോറി കേട്ടു. അത് എനിക്ക് രണ്ട് സിനിമയൊക്കെ കണ്ട ഒരു ഫീൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ അമ്മയിലായിരുന്നു എന്റെ ഫോക്കസ് മുഴുവൻ. സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്ക് അത് മകന്റെ ഫോക്കസ് ആയി. കാരണം അമ്മ അവിടെ ഉണ്ട്, പക്ഷെ എന്നാലും അത് മകന്റെ ഇതിലേക്ക് പോയി. POV മാറുന്നുണ്ട്. ആദ്യം അമ്മയുടെ POVയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സിനിമ, അമ്മയും മകന്റെയും. പിന്നെ അത് ഒരു മകന്റെ POVയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിട്ട് മാറി. പിന്നെ എന്റെ ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ ഞെട്ടിച്ചു കളഞ്ഞു. അതായത് ഈ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ കണക്ട് ചെയ്ത ക്ലൈമാക്സ് എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സ് ആയി. ഒരു പക്ഷെ നമ്മളത് എക്സ്പെക്ട് ചെയ്തേനെ. നമുക്ക് ആ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീൽ വന്നിട്ടില്ല. ഒരു പക്ഷെ അത് ഭയങ്കര നമ്മളിങ്ങനെ ത്രില്ലിംഗ്, ഓൾമോസ്റ്റ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്തു വി നോ ദ സ്റ്റോറി. അപ്പൊ നമ്മളത് അങ്ങനെ വിചാരിച്ചിരുന്നത് കൊണ്ട് എനിക്ക് എത്താനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഥ നമ്മളെ കൊണ്ടുപോകുന്നത് ഇവരെന്തിനെങ്ങനെ ചെയ്യുന്നത്, ഇവരെന്തിനെങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, എന്തുകൊണ്ട് ആ ഒരു നിഗൂഢത കീപ്പ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടുകൂടി നമ്മൾ വിചാരിക്കും അതെ, അതായത് സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒരു ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ഇതുണ്ടല്ലോ, അവര് എന്തിനാ ചെയ്യുന്നത്, അടുത്ത് എന്ത് ചെയ്യും, അതെ, ഇനി ഇത് ഇവര് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് ത്രില്ലായിട്ട് വരുന്നത്. അപ്പൊ അടുത്തത് എന്താന്നുള്ളൊരു സാധനം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് ഹാഫിൽ ഒന്നുകൂടി അത് കഴിഞ്ഞു. പക്ഷെ ആ സ്റ്റോറിയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ലാസ്റ്റ് കൊണ്ടുവന്നിട്ടേ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ വിചാരിച്ചതൊന്നല്ലേ. പക്ഷെ ആ സെക്കൻഡ് ഹാഫിൽ അത് അങ്ങനെ നമ്മളെ നിങ്ങൾക്ക് അറിയുന്നതിന്റെ സ്റ്റോറിന്ന് ബിലീവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ക്ലൈമാക്സ് നമുക്ക് അതർവൈസ് നമ്മൾ ക്ലൈമാക്സ് ഭയങ്കരമായി എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കുന്നതാണെങ്കിൽ ഈ ക്ലൈമാക്സ് നമുക്ക് അത്ര ഒരു അങ്ങനെ തോന്നൂലായിരിക്കും. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ക്ലൈമാക്സിലേക്കുള്ള യാത്രയാണെന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് കൊണ്ട് ക്ലൈമാക്സ് വന്നപ്പോ നമ്മള് വിചാരിച്ചില്ലത്. റൈറ്റിംഗ് ഒരു ബ്രില്യന്റ് റൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എന്റെ മേക്കിങ്ങും അതായത് ഒരു ഓരോന്നും എടുത്തു പറയേണ്ടി വരും. കാരണം വെച്ചാൽ ആ കുട്ടീനെ കാസ്റ്റ് ചെയ്തായിരിക്കും, ആ കുട്ടിയുടെ വലിപ്പം, കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എന്റെ മോനെ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. പിന്നെ അതിനിടയിൽ അതാ പറഞ്ഞത്, ഓരോ ക്യാരക്ടറിനെ എഴുതി ഉണ്ടാക്കിയതും ബ്രില്യന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ഗണപതി കൊണ്ടുവന്ന് വെച്ച ആൾക്കാരും പൊളിയാണ്, അവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുപ്പിച്ച ചിദംബരം പൊളിയുണ്ട്. പിന്നെ അതിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വേറിട്ടൊരു വേഷമാണ്. ഇപ്പൊ പോലീസുകാരനായി വന്നവരായാലും ടൊവിനോന്റെ നമ്മളിങ്ങനെ ഒരു രൂപം ലാൽ ജൂനിയറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആളുടെ ഫസ്റ്റ് പോലീസ് ക്യാരക്ടറാണ്. പക്ഷെ അത് നല്ല ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആള് നല്ല ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒരേ ഒരു കാര്യം ചോദിക്കാറുള്ളൂ, ടൊവിനോന്റെ വയറ് ശരിക്കും വയറാണോ അല്ല വേറെ എന്തെങ്കിലും ട്രിക്കാണോ? അത് പ്രോസ്തെറ്റിക് മേക്കപ്പ് തന്നെയാണ്. പക്ഷെ അത് അറിയാതെ
പറ്റാത്ത രീതിയിൽ അത് വേണമെങ്കിൽ മറച്ചു വെക്കായിരുന്നു. ചാടിയ വയറ് വേണമെങ്കിൽ മറച്ചു വെച്ചിട്ട് ഒരു അതെ അത് കാണിച്ചു തന്നിട്ട് ഇത് അതായത് അത്രയും നന്നായിട്ട് ആ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് കാണുന്നോണ്ടും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അല്ല, അതാണ് എനിക്ക് കൺഫ്യൂസ്ഡ് ആയത്. ആദ്യം ഞാൻ വിചാരിച്ചു അത് വെച്ചതായിരിക്കും എന്ന്, പിന്നെ അതിങ്ങനെ വയറ് കാണിച്ചപ്പോ എനിക്ക് ഡൗട്ടായി, അല്ലേ ആണോ, അതാ ഞാൻ ചോദിച്ചത്. അതെനിക്ക് ശരിക്കും അറിയണമായിരുന്നു. ഷേപ്പും നമ്മൾ കണ്ടിട്ടുള്ള ടോവിനോന്റെ ഒരു ഷേപ്പ് അല്ല അത് മേക്ക് ഓവർ. ഇറ്റ്സ് അതാ പറഞ്ഞ ആ കഥ, ആ സിറ്റുവേഷൻ, ആ ലൊക്കേഷൻ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയിട്ട് എല്ലാ കാര്യവും ഇട്ടാ. അതായത് നമുക്ക് ആ സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും സുഷിന്റെ വർക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ കഥയിൽ ഇങ്ങനെ വളരെ ഇഴുകി ചേർന്ന് വളരെ ബ്ലെൻഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന മാതിരിയോ മുഴച്ചു നിൽക്കുന്ന മാതിരിയോ ഒന്നും ഫീൽ ചെയ്യില്ല. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, നമുക്ക് ആ റിയാലിറ്റീനെ അതുപോലെ തന്നെ പകർത്തി എടുത്ത് വെച്ചിരിക്കുക. അത് സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ഷൈജു ഖാലിദിന്റെ വർക്ക്, അതൊക്കെ എന്താ പറയാ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഫ്രെയിമുകൾ ഉണ്ടല്ലോ, കുറെ ജീനിയസുകൾ ചേർന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അതാണ് ഈ സിനിമ. ഞാൻ പ്രിയദർശന്റെ ഇന്റർവ്യൂവിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി വന്നിട്ട് തന്നെ പറയാണ്, അയാള് വരെ ഷോക്കായി പോയി ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്തില്ല ഇതാണ് ഇങ്ങനെ ഈ ഒരു ക്രാഫ്റ്റ് ആണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാല് ഞാൻ പിന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ അത് കഥയുടെ ബ്രില്യൻസ് ആണ്, പക്ഷെ അത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ കഥ പോയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്തു. കാരണം അത്രയും നേരം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയ ക്യൂരിയോസിറ്റിയുടെ ഗ്രാഫ് താഴോട്ട് പോയി കുറച്ച്. പക്ഷെ ക്ലൈമാക്സ് കാണുമ്പോഴാണ് നമുക്ക് ആ ഗ്രാഫ് ഇവിടെ കുറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ക്ലൈമാക്സ് നമുക്ക് അയ്യോ നമ്മൾ വിചാരിക്കാത്തൊരു സാധനം വന്നല്ലോ നമുക്ക് ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ ആർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ പറയാൻ വേണ്ടി പോകായിരുന്നു കേട്ടോ. നമ്മള് ഇങ്ങനെ ഒരു സിനിമയിൽ ആർട്ടിന് എന്താണെന്ന് ചിലപ്പോ നമുക്ക് ആലോചിക്കില്ല, പക്ഷെ സിനിമ കാണുമ്പോൾ ചില ആർട്ടുകൾക്ക് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഒരു ചായക്കട കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അങ്ങനത്തെ റിയൽ ആയിട്ടുള്ള ഒരു ചായക്കടയിൽ പോയി ഷൂട്ട് ചെയ്തായിരിക്കും. പക്ഷെ ആ ചായക്കട എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രാമത്തിൽ അങ്ങനെ ഒരു ചായക്കട മനസ്സിലാവാത്ത രീതിയിൽ ആർട്ട് അതങ്ങനെയാണ്. ആർട്ടിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവുന്നത് ഒരു വീടിന്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. ഒരു 5-6 വർഷം കഴിയുമ്പോ വീടിനുണ്ടാവുന്ന ഒരു മാറ്റം, അതൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഓവറോൾ നല്ല മൂവിയാണ്. എന്നുവെച്ചാല് നമ്മളിപ്പോ മലയാള സിനിമയുടെ ഒരു നല്ല അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു കുറച്ച് മൂവീസ് ഇല്ല, ആ മൂവീസിന്റെ കൂടെ വെക്കാൻ പറ്റുന്ന മൂവിയാണ്. ഒരു സ്ലോ പേസിലാണ് ഈ പടം പോകുന്നെങ്കിലും പക്ഷെ നമുക്ക് ആ സ്ലോ പേസ് ആയതുകൊണ്ട് നമുക്ക് ബോറടിക്കുകയോ ഒന്നുമില്ല. നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകും എല്ലാ ഇമോഷൻസിലും. അതായത് നമ്മള് എനിക്കെന്ന് തോന്നിയ വെച്ചാല് മലയാള സിനിമേന്റെ ഒരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു മൂവി. മനസ്സിലായി. ഇപ്പം ഇത് ഓഡിയൻസ് എത്രത്തോളം എങ്ങനെയാ അതൊന്നും നമുക്കിപ്പോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾക്ക് അതിൽ ഭയങ്കര എക്സൈറ്റ് തോന്നിപ്പിച്ച കാര്യങ്ങൾ അതിലെ ക്രാഫ്റ്റുകളാണ്. ഐ മീൻ കാസ്റ്റിംഗ് ആണെങ്കിലും ഈ പറയുന്ന പോലെ എവറിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഓഡിയൻസ് ചിലപ്പോ കാണുമ്പോ അങ്ങനെ ക്രാഫ്റ്റ് വിചാരിച്ചിട്ടാണോ കാണും, പക്ഷെ മലയാളി ഓഡിയൻസ് പൊതുവെ ക്രാഫ്റ്റ് വിചാരിച്ച് കാണുന്ന ഓഡിയൻസ് ആണ്. ഞാൻ പറയില്ല, ഞാൻ എല്ലാ ഇമോഷൻസും കൂടെയും ചിരിപ്പിക്കാനാണെങ്കിൽ ചിരിപ്പിക്കാനായിട്ട് അതങ്ങനെ തമാശ കാണിച്ച് ചിരിപ്പിക്കുക എന്നുള്ളതല്ല, ഓരോ ക്യാരക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ സങ്കടം വരേണ്ട അടുത്ത് സങ്കടം, ദേഷ്യം തോന്നുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. പല ബന്ധങ്ങളുടെയും ബോണ്ട്, അതിന്റെ ആ ഇമോഷൻസിന്റെ ഡെപ്ത് അതൊക്കെ മനസ്സിലാക്കി തരുന്ന അങ്ങനെ കുറെ ഇമോഷൻസിലൂടെ നമ്മളെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവസാനം കൊണ്ടുവന്നിട്ട് ഒരു സാധനം കൂടെ തരിക ക്ലൈമാക്സ്. ഞാനിങ്ങനെ ആലോചിക്കുന്നതിന് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ചിലപ്പോ അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് കാണുമ്പോ ഇത് ഇവള് അവൻ അങ്ങനെയായിരിക്കും ഞാനിങ്ങനെ വർത്താനം പറഞ്ഞു. സെക്കൻഡ് ഹാഫിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാനില്ല. ലൈക്ക് നമുക്ക് ഏകദേശം നിങ്ങൾ പറഞ്ഞ പോലെ ഏകദേശം നമ്മളെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടല്ലോ, അവർ ഇൻഡയറക്ട്ലി ഫീഡ് ചെയ്ത് തരുമോന്ന്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതല്ലാത്തൊരു കാര്യം സംഭവിപ്പിക്കുമ്പോൾ നമ്മൾ സർപ്രൈസ് ഉണ്ടാവും. അതായത് ആ ഒരു എക്സൈറ്റ്മെന്റ്, ലൈക്ക് നമ്മളിപ്പോ ഓ അങ്ങനത്തെ എക്സൈറ്റ്മെന്റ് ഒന്നല്ല, വളരെ ഇങ്ങനെ സട്ടിൽ
ആയിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു ആസ് എൻ ഓഡിയൻ അതെങ്ങനെയാണ് അതിനെ കാണാൻ പോകുന്നത്, അതിനെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ എന്താ പറയാ അവരുടെ മൈൻഡ് സെറ്റിലൂടെ ഇരുന്നുകൊണ്ടാണ് ആ ഒരു റൈറ്റിങ്ങിന്റെ പാറ്റേൺ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഓരോന്നും അത് പൊളിഞ്ഞു പോകും. അപ്പൊ ഒട്ടും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയേ അല്ല. ബ്രില്യൻ റൈറ്റിംഗ് അതാണ് ആവേശവും രോമാഞ്ചം പോലുള്ള ഒരു സാധനം എടുത്തു വെച്ച ഒരാളാണ് ഇത് എഴുതിയത്. അങ്ങനെയല്ല, ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ജീത്തുവിന്റെ ടാലന്റ് ഇതാവുന്നത് ഇവിടെയാണ്. കാരണം ആവേശം എന്നുള്ളത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലാണ് അവിടെ. ആ സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെക്ടാക്കിൾ, അതായത് ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ അത് എടുത്തതിലാണ് അതിന്റെ ബ്രില്യൻസ് എങ്കിൽ ഇത് റൈറ്റിംഗിലാണ്. പക്ഷെ ചിദംബരത്തിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ചിദംബരത്തിന് ഞാൻ ഒരു സ്റ്റാൻഡിങ് ഓവിയേഷൻ കൊടുക്കണം. കാരണം വെച്ചാല് മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ഒരു സാധനം എടുത്തു വെച്ച്, അത് ഞാൻ പറഞ്ഞില്ല, അതും ഈ പറഞ്ഞ മാതിരി അതിലൊരു സാധനം ഉണ്ട്, ആൾക്കാർക്ക് കാണിക്കാൻ ഒരു സ്പെക്ടാക്കിൾ അതിൽ സാധനം ഉണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സട്ടിലായിട്ട് പോകുന്ന ഒരു കഥ. അതിന്റെ മേക്കിങ്ങിൽ എന്താ പറയാ, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മില്ലിമീറ്റർ അതിന്റെ ഒരു മീറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. അല്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, എല്ലാ ചേരുവയും ചേർന്നാലേ നല്ല ഡിഷ് ഉണ്ടാവുള്ളൂ എന്ന് പറയും പോലെ നല്ല റൈറ്റിംഗ്, നല്ല ഡയറക്ഷൻ, നല്ല കാസ്റ്റിംഗ്, നല്ല ആക്ടിങ്, ലൈക്ക് അങ്ങനെ എല്ലാ എലമെന്റും കൂടിയിട്ട് ഇതൊരു നല്ല സാധനം. അതിങ്ങനെ ചക്ക വീണ് മുതല് ചത്തു എന്നുള്ള രീതിയിൽ സംഭവിച്ച ഒരു സിനിമയൊന്നല്ല അത്. ഈ സിനിമയുടെ മേക്കിംഗ്, അതിന്റെ ബ്രില്യൻസ്, അത് ചിദംബരത്തിന് എന്താ പറയാ അതൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് അതിന്റെ മേക്കിംഗ് വീഡിയോസും അവന്റെ ഇന്റർവ്യൂസും ഒക്കെ കാണുമ്പോൾ വെൻ ഹി ടോക്സ് അബൌട്ട് ദ ഫിലിം, അതായത് ആൾക്ക് അത്രയും നോളജ് ഉണ്ട് അതില്. അതിന്റെ ഓരോ ചേരുവയ്ക്കും അത് എങ്ങനെ വേണം, എത്ര വേണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതിന്റെ ബ്രില്യൻസ് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതായത് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇറ്റ്സ് എ ബ്രില്യൻ മൂവി. അപ്പോൾ അത് ആൾക്കാർക്ക് അറിയുന്ന ഒരു കഥ, അതിനെ ഈ മേക്കിങ്ങിലൂടെ എന്താ പറയാ ഇത്രയും എന്റർടൈനിങ് ആക്കിയത് ആളുടെ മേക്കിംഗ് കപ്പാസിറ്റിയാണ്, അത് മേക്കിംഗ് ക്വാളിറ്റിയാണ്. അങ്ങനത്തെ ഒരു സിനിമയിൽ നിന്ന് എൻറ്റയർ ഷിഫ്റ്റ് ആവുകയാണ്. അതായത് ഇങ്ങനെ വളരെ സട്ടിലായിട്ട് പോകുന്ന, അതായത് ഇമോഷൻസ് ഒക്കെ അത് വളരെ കൃത്യമായിട്ട് അളന്ന് കുറിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞ അതിന്റെ ചേരുവ വളരെ കൃത്യമായിട്ടല്ലെങ്കിൽ ഫ്ലോ എന്താ പറയാ കൈവിട്ട് പോകുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിങ്ങനെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അത് ആൾക്ക് എന്താ പറയാ എഴുന്നേറ്റ് നിന്നൊരു കയ്യടി കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മഞ്ഞുമൽ ബോയ്സിന് കണ്ടതിനേക്കാളും 10 ഇരട്ടി എനിക്ക് ആളോട് ആരാധനയും ബഹുമാനം തോന്നുകയാണ് ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ. കാരണം വെച്ചാൽ മലയാളത്തിന്റെ ഒരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പീസ് ആണ് ആള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഒബ്വിയസ്ലി അത് ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസ് കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ സാധനത്തിന് കാണുന്നത് ഇറ്റ്സ് എ ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ കാണുന്നത് പോലെ ഓഡിയൻസ് എല്ലാവരും അതേപോലെ ആ ഒരു ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ടുപേരും ഇവിടെ സിനിമ കണ്ട് ഇവിടെ വന്ന് നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ ഇത് സിനിമയോട് ഇഷ്ടമുള്ള ആൾക്കാർ അല്ല, അത് നമ്മൾ ആക്ച്വലി ഡിസ്ക്ലെയിമർ ആയിട്ട് പറയണം. നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ ഇറ്റ്സ് അതായത് സിനിമയോടുള്ള ഇഷ്ടമുള്ള രണ്ടാൾക്കാർ പറഞ്ഞു, അല്ലാണ്ട് ഇതുപോലുള്ള സിനിമയൊന്നും ചെയ്യാൻ മാത്രമുള്ള എന്താ പറയാ ഇതുണ്ട് ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾക്ക് ജെന്യുവൻലി ബിലീവ് ഇല്ല. പക്ഷേ സിനിമയോടുള്ള ആഗ്രഹവും ഇഷ്ടവും കൊണ്ട് സാധാരണ ഒരു സിനിമാ പ്രേമി സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന വികാരങ്ങൾ അത് മാത്രമാണ് അത് വിലയിരുത്താനുള്ള ആൾക്കാരൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാല് സിനിമയോട് അമിതമായിട്ടുള്ള സ്നേഹവും ഇഷ്ടവും ഉള്ള ആൾക്കാരായതുകൊണ്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കും. അപ്പൊ ഓരോന്നിലും അതിന്റെ ബ്രില്യൻസ് കാണുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുകയാണ്. പിന്നെ എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്നവര് ആവേശം പോലെ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഉദ്ദേശിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ക്രാഫ്റ്റ് വൈസ് സ്റ്റോറി വൈസ് അങ്ങനെയൊക്കെയുള്ള സാധനത്തിലാണ് ഞങ്ങൾ എക്സൈറ്റഡ് ആവുന്നത്. ലൈക്ക് എക്സൈറ്റ്മെന്റ് നമ്മൾ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ ആ എക്സൈറ്റ്മെന്റിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം സിനിമയുടെ എല്ലാ തലങ്ങളും ആസ്വദിക്കുന്ന അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെന്റ്. പിന്നെ ഈ സിനിമയുടെ കൊളാബ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ കൊളാബ് സംഭവിക്കണം. കാരണം എന്താ വെച്ചാല് ജിത്തു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇത് പിന്നെ
എഴുതിയപ്പോ അത് വേറൊരു ആളാണ് ഡയറക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കൊളാബ് നമ്മളുടെ മലയാളം ഇൻഡസ്ട്രി ആ തലത്തിലേക്ക് മാറുമ്പോ ഇപ്പൊ ജിത്തു ബൈങ്കിൾ എഴുതിയതും ജിത്തുവാണ്. അപ്പൊ അതുപോലെ തന്നെ ആസ് എ ഡയറക്ടർ അവൻ മീൻസ് ജിത്തു ഞാൻ എഴുതുന്നത് ഞാനേ ഡയറക്ട് ചെയ്യുന്നുള്ള വാശിയില്ലാണ്ട് ആസ് എ റൈറ്റർ ജിത്തു ചിലപ്പോ അത് ഡയറക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന മൂവി ആയിരിക്കാം. പക്ഷേ ചിദംബരം അവരുടെ ഒരു കൂട്ടുകെട്ടിൽ ചെന്നിട്ട് ജിത്തുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓക്കെ എൻ്റെ ഇങ്ങനെ ഒരു കഥയുണ്ട് നീ അത് ഡയറക്ട് ചെയ്യുന്നു പറയുമ്പോൾ അവിടെ അങ്ങനത്തെ കൊളാബുകൾ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് എ ടീം വർക്ക് എന്നുള്ള രീതിയിൽ മലയാള സിനിമേന്റെ പോസിറ്റിവിറ്റി ആയിട്ട് അതെ. ഞാൻ പറഞ്ഞ ഒരു പാട്രിയറ്റ് സംഭവിച്ചപ്പോ അവിടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കൊളാബുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആവുകയാണ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ ഓഡിയൻസാ, അതാ പറഞ്ഞേ നമ്മളൊരു സാധാരണ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ഒരാളാ. പക്ഷെ ഉണ്ടല്ല ഇവരിതിങ്ങനെ ചെയ്യുമ്പം നമുക്ക് തന്നെ പറയാനൊരു മറ്റേ ഭയങ്കര അഭിമാനം തോന്നുകയാണ്. കാരണം മലയാള നമ്മുടെ ഇൻഡസ്ട്രിയില് ഇങ്ങനത്തെ ഈഗോ ഇല്ല. നമ്മളുടെ ആ ഒരു ക്രാഫ്റ്റിന് വേണ്ടി എല്ലാ ആർട്ടിസ്റ്റുകളും എന്താ പറയാ പരസ്പരം അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെ ഒരുമിച്ച് ചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എക്സൈറ്റഡ് ആവാണ്. കാരണം ഇനിയും ഇതുപോലെ സംഭവിക്കുമല്ലോ. മലയാള സിനിമയിൽ ഇനിയും വരട്ടെ ഇതുപോലുള്ള സംഭവങ്ങൾ. അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സത്യം പറയാച്ചാല് നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ബോളിവുഡ് ഇന്റർവ്യൂ കാണുന്ന സമയത്ത് അവര് നമ്മളെ സിനിമേനെ പറ്റി പറയുമ്പം സിനിമയായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷനും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം അത് മാത്രമല്ല നമുക്ക് എക്സൈറ്റഡ് ആവുകയാണ്. ഇതുപോലുള്ള കൊളാബുകൾ സംഭവിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള സിനിമകൾ ഇനി മലയാളത്തിൽ സംഭവിക്കുമല്ലോ, സംഭവിക്കട്ടെ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിവേ എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് ടു ദ കാസ്റ്റ് ആൻഡ് ക്രൂ, എൻറ്റയർ ടീം. ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചതിൽ ഇനിയും ഇതുപോലുള്ള സിനിമകൾ സംഭവിക്കട്ടെ. മലയാളി അതിനോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു പാഷനുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ അതിനെ ഞങ്ങൾക്ക് കൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പിന്നെയും ആവർത്തിച്ചത്. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ക്രാഫ്റ്റ്, ലൈക്ക് ഇങ്ങനെ ഒരു സാധനം സംഭവിച്ചു, ആ ക്രാഫ്റ്റിനോടുള്ള എക്സൈറ്റ്മെന്റ് ആണ്. സിനിമയുടെ മോഡ് ഈസ് ലൈക്ക് സട്ടൽ, ലൈക്ക് എന്താ പറയാ ചെറിയ ചെറിയ എക്സൈറ്റ്മെന്റ്, ചെറിയ ചെറിയ ക്യൂരിയോസിറ്റി ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു സിനിമയാണ്. പക്ഷെ ഞങ്ങൾ ഈ ലൈക്ക് ഇങ്ങനെ പറയുമ്പോഴേ സിനിമ ഭ്രാന്തുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. അതൊക്കെ നിങ്ങൾ സിനിമ കാണുക, നിങ്ങൾ ആസ്വദിക്കുക, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടാണ്. ഇത്രയും ദിവസം എന്താ പറയാ 19 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് ആ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് അതിനോടുള്ള ഒരു റെസ്പെക്ട് കാണിക്കുക. അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പൊ വീണ്ടും ഒരു സിനിമ ചർച്ചയുമായിട്ട് വരുന്നവരേക്കും ബൈ.